ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് വെനസ്ഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പാൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേയുടെ എനർജി എന്താണ്. ജാനുവരി 15 വെനസ്ഡേയുടെ എനർജി എന്താണ്. താങ്ക് യു. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ഓക്കെ. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം, വറി സോറോ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അതെങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം. ആ ഒരു പ്രശ്നങ്ങൾ തന്നെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിലും അതിനെങ്ങനെ സൊല്യൂഷൻസ് കാണാം, എങ്ങനെ ഹീലിംഗ് കൊണ്ടുവരാം, അത് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഓവറോൾ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം, അവിടെ എങ്ങനെ ഹീലിംഗ് കൊണ്ടുവരാം, ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് എങ്ങനെ ഒരു ക്ലോഷർ കൊണ്ടുവരാം, കുറച്ചൊന്ന് പോസിറ്റിവിറ്റി എങ്ങനെ ആഡ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ, അതിൽ കുറച്ച് പേര് ഓവറോൾ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തെങ്കിലും പാസ്റ്റിലെ കാര്യങ്ങൾ, പാസ്റ്റിലെ വിഷമങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും ജലസി എനർജി, ഗോസിപ്പിൻ്റെ എനർജി അത് നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളെ ആ ഒരു എനർജി എന്താ പറയുക, എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ട്രിഗർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് അത് ടെമ്പററി സിറ്റുവേഷനാണ്. അവർ പറയുന്നത് അവരെ കുറിച്ചിട്ടാണ്. അവർ എങ്ങനെയാണോ മറ്റുള്ളവരെ കാണുന്നത് അവരുടെ പെർസ്പെക്റ്റീവാണ്. അങ്ങനെ കുറച്ച് പേർക്ക് ചിന്തിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും തൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളാണ്, തൻ്റെ കാഴ്ചപ്പാടുകളാണ് മറ്റുള്ളവരിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരിൽ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തുകൊണ്ടിട്ടാണ് ആ ഒരു വ്യക്തി എന്നെക്കുറിച്ചിട്ട് അങ്ങനെ പറയുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്തിനാണ് ആ ഒരു ഗോസിപ്പിൻ്റെ എനർജി പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല, അത് അവരുടെ ആ ഒരു വ്യക്തിത്വമാണ്, അവരുടെ ഷാഡോ ആണ്, അത് അവർ മറ്റുള്ളവരിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കുറച്ച് പേർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടെമ്പററി സിറ്റുവേഷൻ, പല കാര്യങ്ങളും എന്താ പറയുക, നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെല്ലാം ചെറിയ ചെറിയ ടവർ മൂമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ടാകാം. ചിലപ്പോൾ സഡനായിട്ട് പെട്ടെന്ന് ഒരു പ്രഷർ, പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വരണ സമയത്ത് ചിലപ്പോൾ നമ്മൾ ആങ്ഷ്യസ് ആയി പോകുന്നുണ്ടാകാം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ക്ലാരിറ്റി, വ്യക്തത ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ചിലപ്പോൾ നമ്മൾ തിരിച്ച് കയറാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട്, അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴും പല കാര്യങ്ങളും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ ഒരു ഹീലിംഗ്, കമ്പാഷനേറ്റ്, സ്നേഹത്തിൻ്റെ എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഹീലിംഗിൽ, നിങ്ങളുടെ ഗെയിമിൽ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റുള്ളവർ പറയുന്നത് അവർ പറയട്ടെ. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ എനർജിയിൽ വർക്ക് ചെയ്യുക. അത് നിങ്ങളെ ഓവറോൾ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൽ ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് കമ്മിറ്റ്മെൻ്റ് ആണ്, താൻ ചെയ്യുന്ന കാര്യങ്ങളോട് ഒരു അർപ്പണ മനോഭാവമാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. തൻ്റെ വർക്കിൽ കുറച്ചും കൂടെ കമ്മിറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്ക് വന്നിട്ട്, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. വീൽ ഓഫ് ഫോർച്യൂൺ അഗെയിൻ ഒത്തിരി അബണ്ടൻറ്റ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി ലക്ക്, ഒത്തിരി ഭാഗ്യം. ഓക്കെ. അത് നിങ്ങളുടെ ഫേവറിൽ വരുന്ന ഒരു ദിവസമാണ്. അത് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഒരു വിക്ടിം മെൻറ്റാലിറ്റി, ഈ ഒരു ലാക്ക്, കുറവുകൾ, എന്തെങ്കിലും സഡനായിട്ട് പെട്ടെന്ന്
നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളുടെ ലൈഫിലോട്ട് വരുമ്പോൾ അതെല്ലാം നമ്മളെ തരണം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരിക്കലും ഒരു വിക്ടിമല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്, ഒത്തിരി അബണ്ടൻറ്റ് എനർജി ഉണ്ട്, ഒത്തിരി സപ്പോർട്ട്, ഒത്തിരി ഹെൽപ്പ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അത് മനസ്സിലാക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി, ഒത്തിരി വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകാം. അത് എൻജോയ് ചെയ്യുന്ന, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ചൊരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പാൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേയുടെ എനർജി എന്താണ്. ജാനുവരി 15. പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്. താങ്ക് യു. ഡെവിലിൻ്റെ എനർജിയാണ്. ഇന്ന് ഒത്തിരി സ്ട്രാറ്റജി, ഒത്തിരി പ്ലാനിങ് നിങ്ങളുടെ ലൈഫിൽ ഓവറോൾ നിങ്ങൾ നടത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നുണ്ട്, ടോക്സിക് എനർജി ആയിരിക്കാം, ഗ്യാസ് ലൈറ്റിംഗ് എനർജി ആയിരിക്കാം, ഗോസിപ്പ് ആയിരിക്കാം, ഏത് രീതിയിലായിരിക്കാം. അപ്പോൾ അവിടെ തൻ്റെ ഗെയിമിൽ എങ്ങനെ ഫോക്കസ് ചെയ്യണം, തൻ്റെ എനർജിയിൽ എങ്ങനെ ഫോക്കസ് ചെയ്യണം, അതിന് ഞാൻ എന്തൊക്കെ പ്ലാനിങ് നടത്തണം, എന്തെല്ലാം സ്ട്രാറ്റജിയിൽ ഞാൻ വർക്ക് ചെയ്യണം, ആ ഒരു എനർജിയിൽ ഓവറോൾ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും എനർജീസ് ലെറ്റ് ഗോ ചെയ്യണം, എന്തെങ്കിലും മാറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേര് ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 3D റിയാലിറ്റിയിൽ അവിടെ എന്തെങ്കിലുമൊക്കെ എനർജീസ് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിലായിരിക്കാം. ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് അനൗൺസ്മെൻറ്റ്, പോസിറ്റീവ് എനർജീസ് വരുന്നുണ്ടാകാം. ഹെൽപ്പിൻ്റെ രൂപത്തിൽ, സപ്പോർട്ടിൻ്റെ രൂപത്തിൽ, ഒരു സഹായത്തിൻ്റെ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നുണ്ടാകാം. എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ലോ ആൻഡ് ഓർഡർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ പോസിറ്റീവ് ജഡ്ജ്മെൻറ്റ് വരുന്നതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ വർക്കാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് നിങ്ങളുടെ ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി പോസിറ്റീവ് എനർജീസ് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളിവിടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാനായിട്ട്, ആ ഒരു എനർജി എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം നൽകുന്ന, ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലും ഇൻസിഡൻറ്റ്, എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. ഓക്കെ, ഇത് സംഭവിച്ചു, ഇനി നെക്സ്റ്റ് എന്താണ്, ആ ഒരു എനർജിയിലോട്ട് പോകുന്നുണ്ടാകാം. അപ്പോൾ അത് ഫുള്ളി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട്, അതിൻ്റെ ബ്ലെസ്സിങ്സ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകില്ല. അപ്പോൾ അത് കുറച്ചൊന്ന് കെയർഫുള്ളാകുക. ഈ ഒരു സമയത്ത് വന്നിട്ട് ഹാർട്ട് ചക്ര ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്സ്, വ്യക്തിബന്ധങ്ങൾ, ഫ്രണ്ട്സ്, ഫാമിലി ആയിരിക്കും. അവരുടെ കൂടെ കുറച്ചും കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ട്രസ്റ്റഡ് ഗ്രൂപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. വിശ്വാസമുള്ള ആൾക്കാർ, ഹാപ്പി എനർജിയുള്ള ആൾക്കാർ, ഹാപ്പി കണ്ടൻറ്റ്, അതെല്ലാം കാണാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലൈഫിലോട്ട് വരുന്ന ബ്ലെസ്സിങ്സ് മനസ്സിലാക്കുക. കുറച്ച് പേര് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ബ്ലോക്ക് ആക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം. ഈ ഒരു എനർജി ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു എനർജി അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഇൻറ്റ്യൂഷൻ നിങ്ങൾ
അവഗണിച്ചിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻ വരുന്നുണ്ടാകാം, എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ തരണം ചെയ്യേണ്ടി വരുന്നുണ്ടാകാം പിന്നീട് വന്നിട്ട്. അപ്പോൾ ഇൻറ്റ്യൂഷൻ കുറേ കൂടെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന പല എനർജീസും, നിങ്ങളുടെ ഹാർട്ട് ചക്ര, നിങ്ങളുടെ ഇമോഷൻസും കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും ഇവിടെ പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഹേർട്ടാകുന്നതാണ്, പെട്ടെന്ന് ഫ്രസ്ട്രേഷൻ വരുന്നതാണ്, നമ്മുടെ എനർജി ലോ ആയി പോകുന്നതാണ്. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് സ്പിരിച്വൽ ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലായിരിക്കാം. എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ലെറ്റ് ഗോ ചെയ്യണം, ഹീൽ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഞാൻ ലെറ്റ് ഗോ ചെയ്യേണ്ടത്, ക്ലാരിറ്റിയില്ല, വ്യക്തതയില്ല. ഹീലിംഗ് വേണം, പക്ഷെ എന്താണ് ഹീൽ ചെയ്യേണ്ടത്, എന്ത് എനർജിയാണ് ഹീൽ ചെയ്യേണ്ടത്, പിൻ പോയിൻ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകില്ല. അപ്പോൾ അവിടെ കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും സൊല്യൂഷൻസ്, ആൻസേഴ്സ് വരുന്നുണ്ടാകാം. അത് നിങ്ങളെ ഈ ഒരു ടഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ മറികടക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, എഗെയിൻ ഇവിടെ സ്പിരിച്വൽ എനർജി കാണുന്നുണ്ട്, ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ചും കൂടെ ഫ്രീഡം, കുറച്ചും കൂടെ ഇൻഡിപെൻഡൻറ്റ് എനർജിയിൽ ഇരിക്കാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ന്യൂ ഇൻസ്പിറേഷൻ, പുതിയ ഐഡിയാസ് വരുന്നുണ്ടാകാം. കുറച്ച് പേർ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാകാം, അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേരോട് നിങ്ങളുടെ ബോഡി ടേക്ക് കെയർ ചെയ്യാനായിട്ടും ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ വെനസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.